ഇതെന്താട്ടോ അത് യെല്ലോ കളറിലാണല്ലോ വെള്ളം വരുന്നത്. ഈ ടോയ്ലറ്റിൽ പോകുന്ന വെള്ളം ഇവിടുന്ന് വരുന്നത് കുഴൽ കിണറോ? കുഴൽ കിണർ ഈ യെല്ലോ കളറിലുള്ള ഈ വെള്ളത്തിലാണോ ജനങ്ങൾ ഇതിന് കാശ് വരുന്നില്ലേ? ഇതിന് കാശ് വരുന്നില്ലേ? വയലിലത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ കളർ വെള്ളമാണോ കൊടുക്കുന്നത്? എന്ത് ഇതിപ്പോ കോട്ടയം ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. കോൺട്രാക്ട് എടുത്തുള്ള ആളാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത്. അതായത് 10 രൂപ വെച്ച് വാങ്ങുന്ന ടോയ്ലറ്റില് വെള്ളം മഞ്ഞ കളറ്. കുഴൽ കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടാ അറിയോ? നിങ്ങള് ഏത് രീതിയിലാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്? ഏത് രീതിയിലാണ് ഈ വെള്ളം വെച്ചിട്ട് ഇൻഫെക്ഷൻ ആവില്ലടോ? ഇൻഫെക്ഷൻ ആവില്ലേ? മുനിസിപ്പാലിറ്റിക്ക് അറിയാം അല്ലെ? മുനിസിപ്പാലിറ്റിക്ക് അറിയാം. തനിക്ക് യാതൊരു കുഴപ്പമില്ല അല്ലേ? നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ യെല്ലോ വെള്ളം യാതൊരു കുഴപ്പമില്ല, ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല. ഇങ്ങോട്ടൊന്ന് വന്നേ, ഇങ്ങോട്ട് വേടോ, ഇങ്ങോട്ട് വരും. ഞാൻ 10 രൂപ കൊടുത്തിട്ടാണ് എന്ത് മനസ്സിലാവുന്നുണ്ടോ? ഒരു പ്രോപ്പർ സർവീസ് ആയിരിക്കണം. ഇവിടെ പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന വെള്ളമാണ് കേട്ടോ. കോൺട്രാക്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മഞ്ഞ കളർ വെള്ളം. ഇതൊക്കെ ഏത് രീതിയിലൊക്കെ ഇൻഫെക്ഷൻ ആവണോ? തനിക്ക് ഇത്രയും ധൈര്യം എവിടുന്ന കിട്ടുന്നത്? തനിക്ക് എവിടുന്ന് ഇത്ര ധൈര്യം കിട്ടുന്നത്? മോശപ്പെട്ട വെള്ളത്തിന് കാര്യം കൊടുത്തിട്ട് കാശ് വാങ്ങിച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്? ഒരു കോൺട്രാക്ടറാണ് നിൽക്കുന്നുണ്ടില്ലേ? ഒരു കോൺട്രാക്ടർ പ്രോപ്പറായിട്ട് വെള്ളം ശുദ്ധജലം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് താൻ കോൺട്രാക്ട് എടുക്കുന്നത്? ശുദ്ധജലം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ താൻ എന്തിനാണ് കോൺട്രാക്ട് എടുക്കുന്നത്? തെളിഞ്ഞ വെള്ളം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് കോൺട്രാക്ട് എടുക്കുന്നത്? കുഴൽക്കിണറിലാണോ ഈ യെല്ലോ വെള്ളം വരുന്നത്? ശുദ്ധജലം പോലും കൊടുക്കാൻ കഴിയാത്ത ആൾക്കാരാണ് കേട്ടോ. വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശുദ്ധമായിട്ടുള്ള ജലം വെച്ചിട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവുന്നതാണ്. എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയുമോ? കണ്ണിൽ മുന്നിൽ കാണുന്ന അനീതി, അതായത് ഒരു തെറ്റ് തടയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുള്ളത്. എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ പറ്റുമോ? ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് വെള്ളം യെല്ലോ കളറില്, മഞ്ഞ കളറില്. നടപടി എടുക്കാൻ പറ്റുമോ? ക്യാമറ താഴ്ത്തേണ്ട ആവശ്യമില്ല. ഇത് സോഷ്യൽ ഇഷ്യൂ ആണ്. ക്യാമറ താഴ്ത്താൻ ഏത് രീതിയിൽ നിങ്ങൾ പറയുന്നത്? ഈ ക്യാമറ താഴ്ത്താൻ പറയാൻ എന്ത് റേറ്റ് ഉണ്ട് നിങ്ങൾക്ക്? സോഷ്യലായിട്ട് സാമൂഹികമായിട്ടുള്ള ഒരു ഇഷ്യൂ. ജനങ്ങൾ നിരന്തരമായിട്ട് അശുദ്ധമായിട്ടുള്ള ജലം കൊണ്ട് മലം കഴുകുന്ന ഒരു അവസ്ഥ. ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ക്യാമറ താഴ്ത്തണം അല്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണില്ല അല്ലേ? കാര്യം പറയൂ, കാര്യം പറയൂ, ജനങ്ങളോട് സംബന്ധിക്കൂ, പറയൂ. ഒരു തെറ്റ് തടയാൻ വേണ്ടിട്ട്, ഒരു അനീതി ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമോ? ഒച്ചയില് സംസാരിക്കുന്നത് നമുക്കൊരു ധർമ്മമുണ്ട്. ഇവിടെ ജനാധിപത്യമാണ്. ഇവിടെ നമ്മളൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് എടുക്കാനോ കാര്യങ്ങൾക്കോ നടപടി എടുക്കാനോ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണോ? സ്റ്റേഷൻ മാസ്റ്ററാണ് അധികാരി. ജനങ്ങൾക്ക് മലിനമായിട്ടുള്ള ജലത്തില് മലം കഴുകേണ്ട അവസ്ഥ അതെ തള്ളി നീക്കുന്നത് പൊതുജനത്തിന്. ഏത് രീതിയിൽ തള്ളി നീക്കുന്നത്? ഒരു കംപ്ലൈന്റ് പറയുമ്പോ പ്രോപ്പർ ആയിട്ട് എടുക്കാൻ കഴിയില്ല. ഒരു അനീതി നടക്കുന്നത് കാണുമ്പോ തനിക്ക് നടപടി എടുക്കാൻ പറ്റില്ല. തല്ലാൻ വരുന്ന താൻ ആരാടോ തല്ലാൻ? കാണിക്കണോ? താൻ എന്താരെ ഭാഗത്തോണ്ട് കാണിച്ചത്? എന്താരെ ഭാഗത്തോണ്ട് കാണിച്ചത്? താനൊക്കെ എന്ത് ഗുണ്ടായിസാണ് കാണിക്കുന്നത്? പൊതുജനത്തിന് വേണ്ടിയിട്ടാണ് സംസാരിച്ചത്. മനസ്സിലായില്ലേ? ആ മഞ്ഞ വെള്ളമാണ് വരുന്നത് ടോയ്ലറ്റില്. അത് ജനങ്ങൾക്ക് എത്രത്തോളം ആരോഗ്യകരമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാവും. ഇയാൾ കാണിച്ചത് എന്താണെന്നറിയോ? അരഭാഗത്തോണ്ട് അസഭ്യം കാണിക്കുന്ന മനുഷ്യൻ. മനസ്സിലാവുന്നുണ്ടോ? തല്ലാൻ വരിക. ഒരു കംപ്ലൈന്റ് പറയുമ്പോ, പൊതുജനത്തിന്റെ ഒരു പ്രശ്നം പറയാൻ വരുമ്പോ തല്ലാൻ വരിക. ഇവൻ ആരാണ്? എനിക്ക് പരാതികൾ ഞാൻ അങ്ങോട്ട് വന്നപ്പോ താൻ എന്താണ് ചെയ്തത്? താൻ എന്താ ചെയ്തത്? അവിടേക്ക് കംപ്ലൈന്റ് പറയാൻ വന്നപ്പോ താൻ എന്താ ചെയ്തത്? ഒരു ഓഫീസിൽ പരാതി കൊടുക്കാതെ അവിടെ പറഞ്ഞോ ഇവിടെ പറഞ്ഞോ? താൻ പേടിക്കണ്ടോ? തന്നെ പേടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോണ്ട്. മനസ്സിലായില്ലേ? തനിക്കറിയാം നാളത്തെ ദിവസം തനിക്കറിയാം താൻ എന്താ ചെയ്യാൻ പോകുന്നുള്ളത്. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കണ്ട അയാൾ കാണിച്ചു കണ്ട? നിങ്ങൾ കണ്ടില്ലേ ബൈ? അസഭ്യം കാണിച്ചു കണ്ടില്ലേ? ഇതാണ് ഇവൻ അരഭാഗത്തോണ്ട് കാണിക്കുന്ന അസഭ്യം കാണിച്ച മനുഷ്യനാണ് ഈ നിൽക്കുന്നത് കേട്ടാ. പൊതുജനത്തിന്റെ ടാക്സിൽ റൺ ചെയ്യുന്ന ഒരു KSRTC ഉദ്യോഗസ്ഥനാണ് അരഭാഗത്തോണ്ട് അസഭ്യം കാണിച്ചിട്ട് പൊതുജനത്തിനോട് കാണിക്കുന്നത്. കണ്ടോട്ടാ, ഇയാൾക്ക് ഭയമില്ലാന്ന്. ഭയക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇത് ജനങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഗവൺമെന്റ് ആണ്. സ്റ്റേഷൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിലാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എനിക്കിപ്പോ തെളിവിന്റെ ആവശ്യം ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ.